പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വീടുകളിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഒരിടമാണ് കിച്ചൺ. എന്നാൽ അവർ ദിവസവും കിച്ചണിൽ ചെയ്യുന്ന ചില ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കാതെ വിടുന്ന ചില ചെറിയ കാര്യങ്ങൾ എത്രത്തോളം വലിയ അപകടങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നറിയാമോ? സ്ത്രീകൾ കിച്ചണിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വലിയ സാമ്പത്തിക നഷ്ടത്തിനും കാരണമായേക്കാം. ഇന്നത്തെ വീഡിയോയിൽ അധികമാരും ശ്രദ്ധിക്കാത്ത എന്നാൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കുമുള്ള പരിഹാരങ്ങളും വീഡിയോയിൽ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഉപയോഗമാണ്. പെട്ടെന്ന് പാചകം ചെയ്യാമെന്നതും അടിയിൽ പിടിക്കില്ല എന്നതുമൊക്കെയാണ് ഇതിൻ്റെ ഒരു ആകർഷണമെന്ന് പറയുന്നത്. എന്നാൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലെ ടെഫ്ലോൺ കോട്ടിംഗ് ഒരു പരിധിയിൽ കൂടുതൽ ചൂടാകുമ്പോഴോ അല്ലെങ്കിൽ ആ കോട്ടിങ്ങിൽ ചെറിയ പോറലൊക്കെ വീഴുമ്പോഴോ അതിൽ നിന്ന് വിഷവാതകങ്ങളും രാസവസ്തുക്കളുമൊക്കെ പുറത്തു വരാൻ തുടങ്ങും. ഇത് നമ്മുടെ ഫുഡിൽ കലരുകയും പിന്നീട് അത് വലിയ വലിയ അസുഖങ്ങൾക്ക് കാരണമായി മാറുകയും ചെയ്യും. അപ്പോൾ ഇതിനുള്ള പരിഹാരമെന്ന് പറയുന്നത് പണ്ട് മുതലേ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കാസ്റ്റൈൻ അഥവാ ഇരുമ്പ്, അതുപോലെ തന്നെ മൺപാത്രങ്ങൾ, ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുക എന്നതാണ്. ഇരുമ്പ് ചട്ടികളിൽ പാചകം ചെയ്യുന്നത് ഫുഡിൽ അയണിൻ്റെ അംശം വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിക്കും. ഇനി നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് തന്നെ നിർബന്ധമാണ് എങ്കിൽ അതിലൊരിക്കലും സ്റ്റീൽ തവികൾ ഉപയോഗിക്കരുത്. പകരം സിലിക്കൺ അല്ലെങ്കിൽ തടിയുടെ തവികൾ വേണം ഉപയോഗിക്കാനായിട്ട്. പോറ വീണ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ തീർച്ചയായിട്ടും ഉപേക്ഷിക്കുകയും വേണം. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന എല്ലാ പ്രോഡക്റ്റുകളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നും അത് വാങ്ങാവുന്നതാണ്. ഇപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പച്ചക്കറികളും ഇറച്ചിയും അരിയാൻ ഉപയോഗിക്കുന്ന ചോപ്പിംഗ് ബോർഡാണ്. നമ്മളിൽ പലരും ഒരേ ചോപ്പിംഗ് ബോർഡ് തന്നെയാണ് പച്ചക്കറികൾക്കും മീനിനും ഇറച്ചിക്കുമൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് ക്രോസ് കോണ്ടാമിനേഷൻ എന്ന വലിയൊരു ആരോഗ്യ പ്രശ്നത്തിലേക്കാണ് നയിക്കുന്നത്. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ തടിയുടെ ചോപ്പിംഗ് ബോർഡുകളിൽ നമ്മൾ കത്തിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അരിയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വിള്ളലുകളിൽ പച്ചമാംസത്തിലെ സാമണല്ല പോലെയുള്ള അപകടകാരികളായിട്ടുള്ള ബാക്ടീരിയകൾ അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. നമ്മൾ സോപ്പിട്ട് കഴുകിയാലും ഇവ പൂർണ്ണമായിട്ടും പോകണമെന്നില്ല. പിന്നീട് അതേ ബോർഡിൽ സലാഡിനുള്ള പച്ചക്കറികൾ അരിയുന്ന സമയത്ത് ഈ ബാക്ടീരിയകൾ നേരിട്ട് നമ്മുടെ വയറ്റിലെത്തും. ഇത് കടുത്ത ഫുഡ് പോയ്സന് കാരണമാവുകയും ചെയ്യും. ഇതൊഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇറച്ചിക്കും മീനിനും വേണ്ടിയിട്ട് പ്രത്യേകം ചോപ്പിംഗ് ബോർഡുകളും പച്ചക്കറികൾക്കും പഴങ്ങൾക്കും വേണ്ടി വേറൊരു ചോപ്പിംഗ് ബോർഡും ഉപയോഗിക്കുക. കളർ കോഡ് ചെയ്ത ബോർഡുകൾ വാങ്ങാൻ കിട്ടും. അതുപോലെ മാംസം അരിഞ്ഞ ശേഷം ബോർഡ് ചൂടുവെള്ളവും അല്പം നാരങ്ങാനീരും ഉപയോഗിച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴുകി ഉണക്കാനും ശ്രദ്ധിക്കണം. വില കുറഞ്ഞ ബോർഡുകൾക്ക് പകരം നല്ല ക്വാളിറ്റിയുള്ള തടിയോ അല്ലെങ്കിൽ മുളയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ബോർഡുകൾ വേണം എപ്പോഴും വാങ്ങാനായിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് ഗ്യാസ് സിലിണ്ടറാണ്. ഗ്യാസ് സിലിണ്ടറിൽ പൊതുവെ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. ഗ്യാസ് കണക്ട് ചെയ്യുന്ന റബ്ബർ ട്യൂബിൻ്റെ കാലാവധി ആരും നോക്കാറില്ല. ഗ്യാസ് ട്യൂബുകൾക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. സാധാരണയായിട്ട് ഇത് 3 മുതൽ 5 വർഷം വരെയാണ്. ചൂടും എണ്ണയും തട്ടി ഈ ട്യൂബുകൾ കാലക്രമേണ വിണ്ട് കീറാനും അതുവഴി ഗ്യാസ് ലീക്കായി വലിയ പൊട്ടിത്തെറികൾക്കുമൊക്കെ കാരണമായേക്കാം. മറ്റൊന്ന് നമ്മുടെ കിച്ചണിലെ ചിമ്മിനിയോ എക്സോസ്റ്റ് ഫാനോ ആണ്. ദിവസങ്ങളോളം എണ്ണയും പുകയും അടിഞ്ഞുകൂടി ഇതിൽ വലിയൊരു ലെയർ ഗ്രീസ് രൂപപ്പെടും. അടുപ്പിൽ നിന്ന് ചെറിയൊരു തീപ്പൊരി പാറിയാൽ മാത്രം മതി ഈ ചിമ്മിനിയിലെ എണ്ണമെഴുക്കിലേക്ക് തീ പടർന്നു പിടിക്കും. ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്യാസ് ട്യൂബിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതി ഇടയ്ക്കിടെ പരിശോധിക്കുക എന്നതാണ്. ഐസ് മാർക്കുള്ള 3 ലെയറുകളുള്ള സർജിക്കൽ സ്റ്റീൽ വയറുകളുള്ള ഗ്യാസ് ട്യൂബുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ മാസത്തിൽ ഒരിക്കലെങ്കിലും ചിമ്മിനിയുടെ ഫിൽറ്ററുകൾ ചൂടുവെള്ളവും ഡിറ്റർജൻറ്റും ഉപയോഗിച്ച് വൃത്തിയാക്കാനും ശ്രമിക്കുക. കിച്ചണിൽ എളുപ്പത്തിൽ എടുക്കാൻ പാകത്തിൽ ഒരു ചെറിയ ഫയർ ബ്ലാങ്കറ്റോ ഫയർ എക്സ്റ്റിംഗ്വിഷറോ എപ്പോഴും കരുതി വയ്ക്കാൻ ശ്രമിക്കുക. കിച്ചണിലെ മറ്റൊരു വില്ലൻ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് പാത്രങ്ങളാണ്. പ്രത്യേകിച്ച് ചൂടുള്ള ഭക്ഷണങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ വെക്കുന്നതും പ്ലാസ്റ്റിക് പാത്രങ്ങൾ മൈക്രോവേവ് ഓവനിൽ വെച്ച് ചൂടാക്കുന്നതും വളരെയധികം പ്രശ്നങ്ങൾക്ക് കാരണമാകും. മൈക്രോവേവ് സേഫ് എന്നെഴുതിയിട്ടുണ്ടെങ്കിൽ കൂടിയും ഉയർന്ന താപനിലയിൽ പ്ലാസ്റ്റിക്കിൽ നിന്ന് ബിസ്ഫെനോൾ എ, തലേറ്റുകൾ തുടങ്ങിയ കെമിക്കലുകൾ ഫുഡിലേക്ക് ഇറങ്ങും. ഇത് ഹോർമോൺ വ്യതിയാനങ്ങൾക്കും വന്ധ്യതയ്ക്കും വരെ കാരണമാകുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തിളച്ച കറികൾ നേരെ പ്ലാസ്റ്റിക് പാത്രങ്ങളിലേക്ക് ഒഴിച്ചു വയ്ക്കുന്ന ശീലവും പലർക്കുമുണ്ട്. ഇതും വളരെയധികം അപകടകരമാണ്. ഇതിനുള്ള പരിഹാരമെന്ന് പറയുന്നത് ഫുഡ് സൂക്ഷിക്കാനും ചൂടാക്കാനും എപ്പോഴും ഗ്ലാസോ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളോ മാത്രം ഉപയോഗിക്കുക എന്നതാണ്. ഗ്ലാസ് പാത്രങ്ങൾക്ക് അല്പം വില കൂടുതലാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിന് നൽകുന്ന ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഫ്രിഡ്ജിൽ വയ്ക്കാനും ചൂടാക്കാനും സുരക്ഷിതമായിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നറുകൾ ഓൺലൈനിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ച് അല്ലെങ്കിൽ സ്ക്രബ്ബറാണ്. ടോയ്ലറ്റ് സീറ്റിനേക്കാൾ കൂടുതൽ ബാക്ടീരിയകൾ ഉള്ളത് നമ്മുടെ ഈ ഒരു സ്ക്രബ്ബറിലാണ്.
നനവോടെ ഇത് വെക്കുമ്പോൾ ബാക്ടീരിയകൾ ഇരട്ടിയായിട്ട് മാറും. ഓരോ തവണ പാത്രം കഴുകിയതിന് ശേഷവും സ്പോഞ്ച് നന്നായി പിഴിഞ്ഞ് ഉണക്കണം. ആഴ്ചയിലൊരിക്കൽ കുറച്ച് ചൂടുവെള്ളത്തിൽ വിനാഗിരിയോ ഡിഷ് വാഷോ ഒഴിച്ച് ഒരു 5 മിനിറ്റ് മാറ്റിവെക്കുക. പരമാവധി 3 ആഴ്ച കൂടുമ്പോൾ സ്പോഞ്ച് മാറ്റുകയും വേണം. നിങ്ങൾക്ക് സാധാരണ സ്പോഞ്ചിന് പകരം ബാക്ടീരിയ പിടിക്കാത്ത സിലിക്കൺ സ്ക്രബ്ബറുകൾ ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പാല് വെക്കുന്നത് ഫ്രിഡ്ജിൻ്റെ ഡോറിലായിരിക്കും. ഫ്രിഡ്ജ് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഏറ്റവും കൂടുതൽ താപനില മാറുന്നത് ഡോറിലാണ്. അതുകൊണ്ട് പാല് പെട്ടെന്ന് കേടാകാൻ ഇടയുണ്ട്. പാല് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ തട്ടിൽ എപ്പോഴും വെക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒരിക്കലും ഒന്നിച്ചു വെക്കരുത്. ഉള്ളിയിൽ നിന്ന് വരുന്ന വാതകം ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് ചീത്തയാകാൻ കാരണമായി തീരും. ഫ്രിഡ്ജ് വൃത്തിയായി സൂക്ഷിക്കാനും പച്ചക്കറികൾ കേടാകാതിരിക്കാനും ഫ്രിഡ്ജ് ഓർഗനൈസർ ബിന്നുകൾ വളരെ സഹായിക്കും. അതുപോലെ ഈർപ്പം വലിച്ചെടുക്കുന്ന ഫ്രിഡ്ജ് മാറ്റുകളും ഉപയോഗിക്കാം. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുനാൾ കഴിയുമ്പോൾ ഇതിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കുറയുന്നത് സാധാരണമാണ്. ഇത് പരിഹരിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. മാസത്തിലൊരിക്കൽ കുറച്ച് കല്ലുപ്പ് എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് 1-2 മിനിറ്റ് അടിച്ചെടുക്കുക. ഈ സമയത്ത് ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടും. അതുപോലെ മിക്സിയിൽ ചൂടുള്ള സാധനങ്ങളിട്ട് അടിക്കരുത്, പെട്ടെന്ന് കേടായി പോകും. കൂടാതെ ജാറിൻ്റെ 3/4 ഭാഗം വരെ മാത്രമേ സാധനങ്ങൾ നിറയ്ക്കാനും പാടുള്ളൂ. മിക്സിയുടെ അടിഭാഗവും ബ്ലേഡുകൾക്കിടയിലും വൃത്തിയാക്കാൻ പ്രത്യേകതരം ക്ലീനിംഗ് ബ്രഷുകൾ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ സമയവും പണവും ലാഭിക്കുന്നതിനോടൊപ്പം കുടുംബത്തിൻ്റെ ആരോഗ്യവും സംരക്ഷിക്കാൻ സഹായിക്കും. ഇതിൽ പറഞ്ഞ എല്ലാ പ്രോഡക്റ്റുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് അത് വാങ്ങാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.